2.5 പതിറ്റാണ്ട് മുൻപാണ് അരൂർ മുതൽ ആലുവ വരെ മാത്രം കേരളത്തിൽ 4 വരി പാതയുണ്ടായിരുന്ന കാലം. മീഡിയനിൽ കിടന്നുറങ്ങിയ ആൾ പച്ചക്കറി ലോറി കയറി മരിച്ചു. അന്ന് പലരും ഉയർത്തിയ ചോദ്യം കിടന്നുറങ്ങേണ്ടത് മീഡിയനിലാണോ എന്നാണ്. അന്ന് അതേ മീഡിയനിൽ ഒപ്പമുണ്ടായിരുന്ന ആ ബീഹാറുകാരന്റെ ഭാര്യ പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: കൊച്ചിയിൽ ആരും മുറി തരില്ല, കടത്തിണ്ണകളിലും ബസ് സ്റ്റാൻഡുകളിലും കൊതുകാണ്, മീഡിയനിൽ കിടന്നാൽ കടന്നു പോകുന്ന വണ്ടികളുടെ കാറ്റ് കിട്ടും, അവർ എവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നടത്തും, എവിടെ കുളിക്കും, എവിടെ വസ്ത്രം മാറും തുടങ്ങിയ ചോദ്യങ്ങളൊന്നും ആരും ഉയർത്തുന്നില്ലെന്ന് അന്ന് പ്രസംഗിച്ചത് സുകുമാർ അഴീക്കോടാണ്. അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണെന്നും അഴീക്കോട് പറഞ്ഞു. ഇപ്പോൾ തൃശൂർ നാട്ടികയിൽ ആക്രി പെറുക്കാൻ വന്ന സംഘത്തിലെ 5 പേർ കൊല്ലപ്പെട്ടപ്പോഴും ഉയരുന്ന ചോദ്യം മറ്റൊന്നല്ല, കുട്ടികളുമായി റോഡിൽ കിടക്കാൻ പോയിട്ടല്ലേ അപകടമുണ്ടായത് എന്നാണ് ചിലരെങ്കിലും ചോദിക്കുന്നത്. കേരളത്തിലെ ഹൈവേയിലൂടെ ലൈസൻസ് ഇല്ലാത്ത ക്ലീനർ 1.5 മണിക്കൂർ ദൂരം ഓടിച്ചു കൊണ്ടുവന്നതാണ് ആ ലോറി എന്നതല്ലേ ചർച്ച ചെയ്യേണ്ടത്? മാഹിയിൽ നിന്നും കിട്ടുന്ന മദ്യം മോന്തി ആ ഡ്രൈവർ തന്നെയാണ് നാട്ടിക്ക് വരെ 175 കിലോമീറ്റർ ദൂരം ഓടിച്ചു വന്നത് എന്നതല്ലേ ചർച്ചയാകേണ്ടത്? ആക്രി പെറുക്കിയാലല്ലാതെ ജീവിക്കാൻ വഴിയില്ലാത്തവർക്ക് കിടക്കാൻ പെരുവഴിയല്ലാതെ സത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ കേരളം? ഇങ്ങനെ വരുന്നവർക്കും സത്രത്തിൽ മുറി നൽകണമെന്നത് ഉയർന്ന ജനാധിപത്യ സങ്കല്പത്തിന്റെ ഭാഗമാണ് എന്നെങ്കിലും അറിയുന്നുണ്ടോ ഈ നാട്? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. മദ്യപർ വളയം പിടിക്കുന്ന കേരളം. അപകടമുണ്ടാകുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷം വരെ മദ്യപിച്ചുള്ള വണ്ടി ഓടിക്കൽ ഇന്നാട്ടിൽ ഹീറോയിസമാണ്. വഴിയരികിൽ നിൽക്കുന്ന പോലീസുകാർ കൈ കാണിക്കാതെ കടത്തിവിടുമ്പോൾ യുദ്ധം ജയിച്ച സന്തോഷമാണ്. ഒരൊറ്റ വസ്തുതയുണ്ട്: IAS ശ്രീരാം വെങ്കിട്ടരാമൻ ആണെങ്കിലും, അശോക് ലൈലാൻഡ് ട്രക്ക് ഓടിക്കുന്ന ബെന്നിയോ ക്ലീനർ അലക്സോ ആണെങ്കിലും അപകടമുണ്ടായ ശേഷം മാത്രമേ ഈ നിയമലംഘനങ്ങൾ നമ്മുടെ പോലീസും ഗതാഗത വകുപ്പും അറിയുകയുള്ളൂ. അപകടമുണ്ടായില്ലെങ്കിൽ ബെന്നിയും അലക്സും ആ വണ്ടിയുമായി പെരുമ്പാവൂരിലെത്തുകയും തടിയിറക്കുകയും മടങ്ങുകയും ചെയ്യും. മാഹി മുതൽ അടിച്ചടിച്ച വണ്ടി ഓടിച്ച കഥ ധീര ജേതാക്കളെ പോലെ സഹ ഡ്രൈവർമാർക്കിടയിൽ പറയുകയും ചെയ്യും. ഇവരാരും ആദ്യമായി മദ്യപിക്കുന്നവരോ മദ്യപിച്ച് ആദ്യമായി വണ്ടി ഓടിക്കുന്നവരോ അല്ല. ലൈസൻസ് പോലുമില്ലാത്ത അലക്സ് ആദ്യമായിട്ടാകില്ല ഈ ട്രക്ക് ഓടിക്കുന്നത്. ഇതുപോലെ എത്ര ദിവസങ്ങളിൽ കടന്നുപോയിട്ടുണ്ടാകും. ഈ അപകടം ഉണ്ടായില്ലെങ്കിൽ ഇവർ പിടിക്കപ്പെടുകയുമില്ല. അവിടെയാണ് ഗതാഗത വകുപ്പും പോലീസും എത്ര നിരായുധരാണ് എന്ന് മനസ്സിലാവുക. ക്രൈം നടക്കാതെ ക്രിമിനലുകളെ തിരിച്ചറിയാനുള്ള ഒരു സംവിധാനവും ഇന്നാട്ടിലില്ല. നാട്ടികയിൽ നിർമ്മാണം നടക്കുന്ന റോഡിൽ ഗതാഗതം നിരോധിക്കപ്പെട്ട സ്ഥലമാണ് കാളിയപ്പനും കുടുംബവും ഉറങ്ങാൻ തിരഞ്ഞെടുത്തത്. ബാരിക്കേഡുകൾ വെച്ചടച്ച ആ വഴിയിലേക്ക് ബോധമുള്ളവർ ഓടിക്കുന്ന ഒരു വണ്ടിയും കടന്നു വരില്ല. ഇവിടെ തന്നെ മണ്ണെണ്ണ സ്റ്റൗ കത്തിക്കുന്നു, ഭക്ഷണം തയ്യാറാക്കുന്നു. രാവിലെ പണിക്ക് പോകുമ്പോൾ കഴിക്കാനുള്ള ചോറ് വേവിച്ച പാത്രങ്ങളിൽ വെച്ചിരുന്നു. നേരം പുലർന്നാൽ ഇവിടെ പാചകം സാധിക്കില്ല എന്നതായിരുന്നു കാരണം. ഇവരുടെ വീടും നാടും പുറമ്പോക്കാണ്. മുതലമട, മീങ്കണ, ചെമ്മണാന്തോട്ടിൽ പുറമ്പോക്കിൽ ഷീറ്റുകൾ കെട്ടിയിട്ട് വീട് എന്ന് സങ്കല്പിച്ച് കഴിയുന്നവരാണ്. പണിയെടുക്കാൻ വയ്യാതാകുമ്പോൾ മടങ്ങിപ്പോകാനുള്ള ഇടമായി കണ്ടിരുന്നത് ഈ ഷീറ്റിന് അടിവശമാണ്. കൊച്ചിയിലും തിരുവനന്തപുരത്തും തൃശ്ശൂരും കോഴിക്കോടും കണ്ണൂരുമെല്ലാം ഇങ്ങനെ ജീവിക്കുന്ന ആയിരങ്ങളുണ്ട്. ഇവരാണ് തലയ്ക്കുമീതെ ശൂന്യാകാശം മാത്രമുള്ള ഇന്നത്തെ തലമുറ. അവർ പതിറ്റാണ്ടുകളായി ആക്രി പെറുക്കി നഗരങ്ങളിൽ ജീവിക്കുന്നതിൽ നമ്മുടെ ഒരു സംവിധാനത്തിനും വിഷമം തോന്നിയിട്ടില്ല. അവർ മോഷണമോ ബലാത്സംഗമോ ചെയ്യാത്തതിനാൽ കേസുകളിൽ അകപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിലും പോയിട്ടില്ല. തദ്ദേശ സ്ഥാപനങ്ങളെങ്കിലും അറിയേണ്ടതാണ് അലഞ്ഞു നടക്കുന്ന ഇവരുടെ കഷ്ടപ്പാടുകൾ. സാമൂഹിക ക്ഷേമ പെൻഷനും സൗജന്യ ഭവന പദ്ധതിക്കും സ്വയം തൊഴിൽ സഹായത്തിനുമൊക്കെ ശരിക്കും അർഹതയുള്ളത് ഇവർക്കാണ്. പക്ഷേ ഇവരെ കൂടി ഉൾക്കൊള്ളാൻ മാത്രം വളർന്ന ഏതെങ്കിലും ക്ഷേമ പദ്ധതി ഈ രാജ്യത്തുണ്ടോ? നിയമലംഘനവും നീതി നിഷേധവും ഒരുപോലെ സംഭവിച്ച കേസാണിത്. രണ്ടിലും ഉദ്യോഗസ്ഥ സംവിധാനത്തിന് ഉത്തരവാദിത്വവുമുണ്ട്. മാഹി മുതൽ നാട്ടിക വരെ മദ്യപിച്ച് വണ്ടി ഓടിച്ച ആളെയും പിന്നീട് വണ്ടി ഏറ്റെടുത്ത ലൈസൻസ് ഇല്ലാത്തയാളെയും തിരിച്ചറിയാനുള്ള ഒരു സംവിധാനവും കേരളത്തിലെ ഹൈവേകളിൽ ഉണ്ടായിരുന്നില്ല. വണ്ടികളിൽ QR കോഡ് ഒട്ടിച്ച് കിലോമീറ്റർ തികയുമ്പോൾ കാശ് പിരിക്കുന്ന സംവിധാനങ്ങളുള്ള രാജ്യത്ത് ലൈസൻസ് ഇല്ലാത്തവർ സ്റ്റിയറിംഗിൽ തൊട്ടാൽ ഒരു ബീപ്പ് പോലും കേൾക്കില്ല. കുടിച്ചു കൂത്താടി 4 വരി പാതയിലൂടെ ട്രക്കുമായി പോയാൽ ഒരാളും ചോദിക്കില്ല. ഈ വർഷം സെപ്റ്റംബർ 30 വരെ മാത്രം 40,886 പേർക്കാണ് വാഹനാപകടങ്ങളിൽ പരിക്കേറ്റത്.
2843 പേരാണ് മരിച്ചത്. 36,561 റോഡ് അപകടങ്ങളാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം 48,091 അപകടങ്ങൾ, 4,081 മരണം, 54,320 പേർക്ക് പരിക്ക്. 2022 അപകടങ്ങളിൽ മരിച്ചത് 4,317 പേർ. കോവിഡ് ലോക്ക്ഡൌൺ വർഷം മാത്രം മരണം 2,979 കുറഞ്ഞു. 2019 4,440 പേരാണ് ഇവിടെ മരിച്ചത്. ഇനി ഈ അപകടങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകും? കഴിഞ്ഞ വർഷം, അതായത് 2023 സംസ്ഥാനത്തുണ്ടായത് 27,929 അപകടങ്ങൾക്കും കാരണം വണ്ടി ഓടിച്ചവർ ചെയ്ത ക്രിമിനൽ കുറ്റങ്ങളാണ്. അമിത വേഗം മുതൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും വിശ്രമമില്ലാതെ വാഹനം ഓടിച്ച് ഉറങ്ങിപ്പോകുന്നതും വരെയുള്ള കാരണങ്ങളാലുള്ള അപകടങ്ങൾ. ഇങ്ങനെ ഡ്രൈവർമാർ ഉണ്ടാക്കിയ അപകടത്തിൽ കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് മരിച്ചത് 2,292 പേരാണ്. 21,862 പേർക്കാണ് പരിക്ക് പറ്റിയത്. അതിൽ 9,589 പേർക്ക് ഗുരുതരമായ പരിക്കായിരുന്നു. നൂറ്റാണ്ടിലെ പ്രളയം എന്ന് വിശേഷിപ്പിക്കുന്ന 2018 പ്രളയത്തിൽ പോലും 500-നും 600-നും ഇടയിൽ മാത്രമാണ് മരണം. ഡ്രൈവർമാരുടെ അശ്രദ്ധ കൊണ്ട് ഒരു വർഷം ഉണ്ടാകുന്നത് അതിന്റെ 5 മടങ്ങ് മരണമാണ്. റോഡ് മോശമായതുകൊണ്ടും റോഡിൽ വെളിച്ചമില്ലാത്തതുകൊണ്ടും കാലാവസ്ഥ മോശമായതുകൊണ്ടും ഉണ്ടായത് 111 അപകടങ്ങൾ മാത്രമാണ്. മരണം 20 മാത്രമാവും. ഇവിടെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ രാത്രി 12 മണി വരെയാണ്. ഈ സമയത്തുണ്ടായ അപകടങ്ങളിൽ മാത്രം കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടത് 1,282 പേരാണ്. ബെന്നിയും അലക്സും കണ്ണൂരിൽ നിന്ന് വണ്ടിയെടുത്ത് പുറപ്പെട്ട സമയമാണ് ഉച്ചയ്ക്ക് ശേഷം 3 മണി. അവർ മദ്യപിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാത്രി 12 മണി വരെയുള്ള സമയത്ത്. നാട്ടികയിൽ അപകടമുണ്ടായ അതേ സമയത്തോട് അടുപ്പിച്ച് മാത്രം സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം 160 പേർ കൊല്ലപ്പെട്ടു. 1,112 പേർക്ക് പരിക്കേറ്റു. ആ അപകടങ്ങളിൽ ഏറെയും ഉണ്ടായത് ഉറങ്ങി വണ്ടി ഓടിച്ചപ്പോഴോ മദ്യപിച്ച് വണ്ടി ഓടിച്ചപ്പോഴോ ആണ്. മോട്ടോർ വാഹന വകുപ്പോ പോലീസോ റോഡിൽ ഇറങ്ങിയാൽ തന്നെ അവസാനിപ്പിക്കാനാവുന്നതാണ് ഈ അപകടങ്ങളിൽ നല്ലൊരു പങ്ക്. ഒരു ഗതിയുമില്ലാത്ത 5 പേരാണ് നാട്ടികയിൽ കൊല്ലപ്പെട്ടത്. അവരുടെ ശരീരത്തിലൂടെ ഒരു തവണ ഓടിച്ചു കയറ്റിയ വണ്ടി അതേ വേഗതയിൽ പിന്നോട്ടുമെടുത്ത് വീണ്ടും ശരീരത്തിലൂടെ കയറ്റിയിറക്കി. മദ്യപിച്ച് ബോധം പോയവരാണ് ഇങ്ങനെ ചെയ്യുക. കൊല്ലത്ത് അപകടത്തിന് ശേഷം വീട്ടമ്മയുടെ ദേഹത്തുകൂടി വണ്ടി ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചവരും ലഹരിയിലായിരുന്നു. മദ്യപിക്കുന്നത് ഹീറോയിസമോ വ്യക്തി സ്വാതന്ത്ര്യമോ ആയി IAS-കാരനും ഡോക്ടർക്കും ലൈലാൻഡ് ഡ്രൈവർക്കും തോന്നാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ പിന്നെ ജന്മത്ത് വണ്ടി ഓടിക്കാൻ സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള നിയമം നിർമ്മിക്കണം. മരിക്കുന്നവരുടെ മനുഷ്യാവകാശത്തിനാകണം മുൻഗണന. കൊല്ലുന്നവരുടെ ഇതിന് ആകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. ഇനി നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.